അടിപൊളിയാണ്. സെറ്റ്. അപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിലെത്തി. നിങ്ങളുടെ നമസ്കാരം. അപ്പോൾ നമ്മുടെ വേളാങ്കണ്ണി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൻ്റെതായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് അടങ്ങി പിടിക്കടാ, എന്തോന്ന് ആളാണ്. വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുന്നു. അത് നോക്കണ്ട, അത് പണിയെടുക്കൂല. കിച്ചൺ ഫുഡ് സംഭവമെല്ലാം അടിച്ചാണ് പോണത്. വൺ ഡേ വേളാങ്കണ്ണി ട്രിപ്പ്. നമ്മുടെ പിള്ളേർ വെള്ളം ക്യാനിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുടിക്കാനുള്ളതും കൈ കഴുകാനുള്ളതും കുളിക്കാനുള്ളതും. ഇതിനാണ് വിഷയമല്ല, അങ്ങനെയുള്ള ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പ്രശ്നമല്ല. ഇതടാ ഓണല്ലേ, ഇതങ്ങനെ ട്രിപ്പ് പോകണേന് താടിയൊക്കെ ഓടിച്ചു വന്നൊക്കെ ചോറിനാൻ മറന്നു, താടി ഓടിക്കാൻ പറഞ്ഞില്ല. അതാണ് ഇതാണ് ജോയിൻ പണിയെടുക്കണേ. പോലെ. അപ്പൊ നമ്മൾ ഷെഡിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. നേരെ കോതമംഗലം ചെറുപള്ളിയിൽ ഫസ്റ്റ് പോയിന്റ്, അത് കഴിഞ്ഞ് പെരുമ്പാവൂർ, അത് കഴിഞ്ഞ് കാലടി, അത് കഴിഞ്ഞ് അങ്കമാലി, അത് കഴിഞ്ഞ് തൃശ്ശൂർ. അപ്പോൾ കാഴ്ചകൾ കണ്ടുവരാം. ഓക്കെ, നമ്മളെ കോതമംഗലത്ത് നൈസായിട്ടൊരു ചെറിയ ഡീസലൊക്കെ അടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. ബാക്കി ഡീസൽ ഫുൾ ടാങ്ക് നമ്മൾ പൊള്ളാച്ചി കയറിയിട്ട് തമിഴ്നാട് കയറിയിട്ട് അടിക്കും. ഇപ്പോൾ തൽക്കാലം ബോർഡർ അടക്കാനുള്ള ചെറുപള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വേളാങ്കണ്ണി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആൾക്കാർ വരാനായിട്ട് വെയിറ്റ് ചെയ്യണു. നമ്മുടെ ഫുഡ് വന്നേക്കുവാണ്. എന്നാ മോനെ കയറ്റ്, മഴ ഇതിൻ്റെ പണിയെടുക്കാത്ത മുതലാളിയുണ്ട്. വീട്ടിലും മഴ ഒന്നും നോക്കില്ല. മോൻ കാണിച്ചോ, പോയോ? കിട്ടാൻ പാടായിരിക്കും കേട്ടോ. എന്താ ഒന്നും പറയണ്ട, മതിയായ മഴ. ഫുഡൊക്കെ കയറ്റി. പിള്ളേരൊക്കെ ഫുൾ പവർ. മഴ നമുക്കൊരു വിഷയമില്ലാന്നാണ് പറഞ്ഞത്. ഇങ്ങനെ മഴ ഒരു വിഷയമാണോ? അല്ല മഴയുണ്ടോ? ഓയ് ബസ്സാ ഓടിക്കണ്ട. ഡ്രൈവറൊക്കെ ഒരു മറ്റേ പൊതിഞ്ഞിരിക്കുക മഴയാന്ന് പറഞ്ഞ തണുപ്പത്ത്. ബാവയുടെ മുമ്പിൽ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കിടക്കുന്ന വണ്ടി ഓൾമോസ്റ്റ് നമ്മുടെ കോതമംഗലത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നു. ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അശ്വിനും ജോബി ചേട്ടനും. അപ്പോൾ വെള്ളവും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡാണ് പാക്കേജിൽ. വേറെല്ലാം ഫുൾ പവറിലാണ് നിൽക്കുവാണ്. ജിസ്തേട്ടനാണ് ഈ പറന്നാക്കണേ. അങ്ങനെയാണ് നമുക്ക് സമയത്ത് രാവിലെ 5 മണിക്ക് തന്നെ വേളാങ്കണ്ണിയിൽ എത്തിക്കണം എന്ന വാശിയിൽ ക്യാബിൻ ക്രൂ ഫുൾ വൈബ്. പ്രകാശമേ സ്വർഗവാതിൽ തുറന്നു ഭൂമി. ചായ കുടിക്കാനായിട്ട് വടക്കാഞ്ചേരി നിർത്തിയേക്കാണ്. അപ്പോൾ പോണ വഴി നമ്മളെല്ലാവർക്കും ഡിന്നർ കൊടുത്തു. ചോറും കറികളും എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. നല്ല കിടിലൻ ഫുഡും കാര്യങ്ങളെല്ലാം ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും സപ്ലൈയും കാര്യങ്ങളെല്ലാം ചെയ്തു. നമ്മുടെ കിച്ചൺ ഫുഡായിരുന്നു. പാക്കേജിൽ വന്നത് 4 ടൈംസ് ഫുഡ്. 5 മണിക്ക് നമ്മൾ വേളാങ്കണ്ണിയിലെത്തി. നമ്മളെ ടീമിനെ ഫ്രഷപ്പിനായിട്ട് റൂമും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്കിനിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തെ ലഞ്ച്, വൈകുന്നേരത്തെ ഡിന്നർ, 4 മണിക്കൊരു ചായയും കടി. അപ്പോൾ അത്രയും പരിപാടികൾ. ഇത് നമ്മുടെ പുളിയല്ലേ, പഴയ പുളി. ഇത് നമ്മുടെ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും സ്ഥലം കാണാനായിട്ട് പോയിരുന്നു, പള്ളിയിൽ പോയിരുന്നു. അപ്പോൾ നമ്മളും ഒന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച് പള്ളി കാണാനായിട്ട് വന്നു. ശിശയുടെ രൂപം. ഇനിയിപ്പോൾ നമ്മൾ വേളാങ്കണ്ണി പള്ളിയിൽ പോകുന്നു. മോണിസ്റ്റർ ചർച്ചിൽ നമ്മൾ 9 കുർബാന നടന്നുകൊണ്ടിരിക്കണം. നമ്മുടെ വണ്ടി ട്രിപ്പാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് വണ്ടി വെഞ്ചിരിക്കാനുണ്ട്. വണ്ടി ഒന്ന് വെഞ്ചിരിക്കുക. അതിന് കുറച്ച് നേരം കിടക്കണം. അതിന് പിന്നെ ഉച്ചത്തെ ഊണും കാര്യങ്ങളും കഴിഞ്ഞ് വൈകുന്നേരത്തെ ഒരു ചായയും കഴിഞ്ഞ് ഒന്ന് ബീച്ചിലും പോയി ഞങ്ങൾ വൈകുന്നേരത്തെ ഡിന്നറും കഴിഞ്ഞ് ഇവിടെ ഒരു 7 മണിയാകുമ്പോൾ തിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ പാക്കേജ് വരുന്നത്. വൺ ഡേ പാക്കേജ് നമുക്ക് കാണാൻ കാഴ്ചയാണ്. നമ്മുടെ മല്ലൂസിങ്ങിനെ വെഞ്ചരിക്കാനായിട്ട് നമ്മൾ പോവാണ്. ചേട്ടാ അങ്ങനെയുണ്ട് നമ്മുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ? ഉച്ചത്തെ ഊണൊക്കെയോ വേണ്ടായിരുന്നു നമ്മുടെ പരിപാടി മൊത്തം? അടിപൊളി കാണും. ട്രിപ്പൊക്കെ തെറ്റല്ലായിരുന്നു. അതെ, ഇങ്ങനെ യാത്രകൾ പുറപ്പെടുമ്പോൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. മാതാവിൻ്റെ അടുത്തേക്കുള്ള യാത്ര വളരെ മനോഹരമായിട്ട് നമുക്ക് തീർക്കാൻ സാധിച്ചു. നമ്മുടെ യാത്ര ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ മാതാവിനോടൊരു നന്ദി എന്ന രീതിയിൽ കാലാവസ്ഥ നല്ല അനുയോജ്യമായ കാലാവസ്ഥയായിരുന്നു. നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും യാത്രയിലോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. തിരിച്ചുള്ള നമ്മുടെ യാത്രയും മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് ഒരു ജപമാല ചൊല്ലി നമുക്ക് മാതാവിനോട് നന്ദി പറയാം. നിങ്ങൾക്ക്